ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പ്രത്യേകമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനങ്ങളിലും കെണിയിലും മനുഷ്യൻ്റെ അധപതനത്തിലേക്കും നിരവധി വ്യാമോഹങ്ങളിലേക്കും അവനെ തള്ളിവിടുന്നു. ധനമോഹമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിൽ ഹൃദയത്തിൽ അഭിലാഷം ഉറപ്പിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ അത് പല പ്രലോഭനങ്ങളിലേക്കും മനുഷ്യൻ്റെ അധപതനത്തിലേക്കും നിരവധി വ്യാമോഹങ്ങളിലേക്കും അവനെ നയിക്കുന്നുണ്ട്. വിശുദ്ധ ജോൺ മരിയ വിയാനി ഇപ്രകാരം നമ്മോട് പറയുന്നുണ്ട്: ധനത്തെയും ജഡീയ സുഖങ്ങളിലും സന്തോഷിക്കുന്നവർ ധനത്തിലും ജഡീയമായ സന്തോഷത്തിലും ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ജീവിക്കുന്നവർ അവർ ഈ ലോകത്തിൻ്റെ ശുശ്രൂഷയിൽ തളർന്ന ഹൃദയത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ദൈവത്തിനായി സമർപ്പിക്കാൻ കഴിയുള്ളൂ എന്നാണ്. തിരുവചനം നമ്മളെ സൂചിപ്പിക്കുക, ഉള്ളതുകൊണ്ട് തൃപ്തി അടയുന്നത് അനുഗ്രഹമാണ്. വസ്ത്രവും ഭക്ഷണവും ഉണ്ടെങ്കിൽ അവന് തൃപ്തിപ്പെടാം. സ്നേഹമുള്ളവരെ, നമ്മൾ അധ്വാനിക്കണം. അധ്വാനത്തിന് ദൈവം നമ്മൾക്ക് പ്രതിഫലം നൽകും. എന്നാൽ അത് ധനസമ്പാദനത്തിന് വേണ്ടി മാത്രമായിരിക്കരുത്. നമ്മൾക്ക് ലഭിക്കുന്ന ധനം എൻ്റെ കുടുംബാംഗങ്ങൾക്കും എന്നാൽ അവശത അനുഭവിക്കുന്നവർക്കും വേണ്ടി ദൈവം നിനക്ക് തരുന്നതാണ്. നിൻ്റെ ശരീരത്തിന് ആരോഗ്യം ദൈവം നൽകിയതാണ്. അത് നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കുടുംബത്തിന് വളരെ പ്രാധാന്യമുണ്ട്. എന്നാൽ അത് അവിടെ കൊണ്ട് തീരേണ്ടതല്ല. മറ്റ് പൊതുവായ നന്മകളിലേക്കല്ല ആ സമ്പത്ത് വിനിയോഗിക്കുവാനും നമ്മളെവരും തയ്യാറാകും. സ്നേഹമുള്ളവരെ, ദൈവം നൽകിയ സമ്പത്തിനെ ഓർത്ത് നന്ദി പറയാം. എന്നാൽ വ്യാമോഹങ്ങളിലേക്ക് നമ്മൾ നയിക്കുവാൻ തക്കവിധം പ്രലോഭനത്തിലും കെണിയിലും ചെന്ന് വീഴാതിരിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കാം. ധനമോഹവും ശരീരത്തെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഓട്ടവും ദൈവത്തിന് സ്വീകാര്യമല്ല എന്ന് തിരിച്ചറിയുക. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്ന് നിറയട്ടെ. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തീരുമാനമെടുക്കുവാൻ പരിശുദ്ധം നമ്മളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.